السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ അവർക്കിടയിൽ പരസ്പര സ്നേഹവും വളരെ ഐക്യവും അതുപോലെ തന്നെ ഒത്തൊരുമയും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകം വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹനം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് വിശ്വാസികൾ ഒരുമിച്ചുകൂടി അവർ പരസ്പരം കണ്ടുമുട്ടി, അത് വഴിയിലാവട്ടെ, അങ്ങാടിയിലാവട്ടെ, പള്ളികളിൽ നിന്നാവട്ടെ, വീടുകളിൽ നിന്നാവട്ടെ, എവിടെ നിന്നാണെങ്കിലും പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ സലാം പറഞ്ഞ് കൈ കൊടുക്കുക, മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് വലിയ പ്രാധാന്യവുമുണ്ട്, വലിയ പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പരസ്പരം മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടി സലാം പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ അവർക്കിടയിലുള്ള ആ സ്നേഹബന്ധം വർദ്ധിക്കുകയാണ്. അവർക്കിടയിൽ അകൽച്ചയെല്ലാം മാറി അവർ ഒന്നായി തീരുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രതിഫലം വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം: മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യതഫറഖാ. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം ഒരുമിച്ചുകൂടി അവർ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്താൽ അവർ ആ സദസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കൂടി ആ സ്ഥലത്ത് നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളൊക്കെ അവരുടെ ദോഷങ്ങളൊക്കെ അത് കാരണം പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം ഒരുമിച്ചുകൂടി അവർ പരസ്പരം കൈ കൊടുത്തു, മുസാഫഹത്ത് ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരത്തിൽ നിന്നുള്ള ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദോഷങ്ങളെല്ലാം അത് കാരണം കൊഴിഞ്ഞു കളയും. അതെല്ലാം അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് തന്നെ പല സഹാബത്തിനും മുസാഫഹത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ കരം ആ സഹാബത്തിൻ്റെ കയ്യിൽ തന്നെ വെക്കും. ആ സഹാബി കൈയെടുക്കുക എന്നല്ലാതെ ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കൈയെടുക്കുന്ന സ്വഭാവം അവിടത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവർ ആ സദസ്സിൽ നിന്ന് തന്നെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ദീർഘസമയം സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മുസാഫഹത്തിൻ്റെ ഷെയ്ഖാന് കൊടുക്കുന്നതിൻ്റെ ബഹുമാനമാണ്, അതിൻ്റെ പ്രതിഫലമാണ്. പക്ഷേ ഓർക്കണം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാ തോന്നിവാസവും ചെയ്യുന്ന കൂട്ടത്തിൽ മുസാഫഹത്തും ഷെയ്ഖാൻ്റെ കൊടുക്കുന്ന സ്വഭാവം അന്യ സ്ത്രീക്ക് അല്ലെങ്കിൽ അന്യ പുരുഷന് ഷെയ്ഖാൻ്റെ കൊടുക്കുന്ന സ്വഭാവം ഒരിക്കലും വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചു തന്ന കാര്യമല്ല. കാണാനും അതുപോലെ തന്നെ മറ്റുമൊക്കെ അനുവാദമുള്ള ആളുകൾക്ക് അഥവാ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഷെയ്ഖാൻ്റെ കൊടുക്കുക എന്നല്ലാതെ അന്യ പുരുഷൻ അന്യ സ്ത്രീക്ക് മുസാഫഹത്ത് ചെയ്യുന്ന രീതി വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനിടയിൽ ഐക്യവും സന്തോഷവും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഈമാനിലായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനും സ്വർഗ്ഗത്തിൽ മുത്ത് ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാനൊക്കെയുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.